മൂന്നാറിൽ റേഷൻ കടകളിൽ എത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. രംഗത്ത്. റേഷൻ കടകളിൽ നിന്നും അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകില്ലെന്നാണ് ആക്ഷേപം. അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായി ബി.ജെ.പി. ആരോപിക്കുന്നു. മൂന്നാറിൽ റേഷൻ കടകളിൽ എത്തുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്തെത്തിയത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യുവാൻ എത്തിക്കുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്ന് ബി.ജെ.പി. ദേവികുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പറഞ്ഞു. റേഷൻ കടകളിൽ എത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണം. അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ല. അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബി.ജെ.പി. ആരോപിച്ചു. കുറേ കാലമായിട്ട് ഇവിടെ മൂന്നാർ ചുറ്റുമുള്ള പല കടകളിൽ അരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ അരി തട്ടിപ്പ് എന്ന് വെച്ചാൽ സാധാരണ പാവങ്ങളുടെ ജനങ്ങളുടെ അരിയെ കൊടുക്കാതെ 10 കിലോ അരിക്ക് 2 കിലോ മാത്രം കൊടുത്തിട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് ഈ DSO സപ്ലൈ ഓഫീസിലുള്ള അധികാരിയുടെ നേതൃത്വത്തിൽ അവരുടെ സപ്പോർട്ടോട് കൂടി കുറേ കാലമായിട്ട് അരി കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. 2 വർഷമായിട്ട് തന്നെ ഒത്തിരി കടകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് 4-5 കടകളുടെ നാട്ടുകാരെ പിടിച്ച് അത് മുടക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കേസ് ഇതുവരെ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് 325 കിലോ അരി പിടിച്ചു. അരി പിടിച്ചിട്ട് അതിന്റെ കൂടി റിപ്പോർട്ട് ഇതുവരെ ശരിക്കും നൽകിയിട്ടില്ല ഈ DSO RIമാർ. ഈ DSO എന്ന് വെച്ചാൽ പുതിയതായിട്ട് ജാർജ ഉടുമ്പൻചൊല്ല എന്ന ഒരു കക്ഷിയാണ്. ഇദ്ദേഹം ഈ അരി കടത്തലിനെ ഒരു പോലീസിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി പുള്ളിയുടെ വേണ്ടപ്പെട്ട ആള് RIമാരെ ഒരു നാളെ RIമാരെ കൊണ്ടുവന്നിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറയുക. എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഇത് റേഷനറി ഇല്ല എന്ന് റിപ്പോർട്ട് പുള്ളിയുടെ ഫേവറായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പെരിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് എന്ന് വെച്ചാൽ ഈ DSO സപ്ലൈ ഓഫീസ് മൂവാന്തരം ഈ അരിക്കട ഉടമകളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തുള്ള അവർ വയറ്റിലടിച്ച വഞ്ചിച്ച ചതിച്ച ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടപടി എടുക്കുവാണെങ്കിൽ ദയവായിട്ട് സപ്ലൈ ഓഫീസ് മീൻസ് DSക്ക് സാധകമായിട്ടുള്ള RIമാർ മേൽ ദയവായിട്ട് നടപടിയെടുക്കണം. ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഒത്തിരി പൈസ എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഓരോരോ കട ഉടമകൾക്ക് നല്ല ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടാ ഈ കട ഉടമകൾക്ക് ഫേവറായിട്ട് റിപ്പോർട്ട് കൊടുത്ത് ഇവരെ ഒഴിവാക്കിക്കൊണ്ടത്. ഇത് പിന്നെയും തുടർന്നുകൊണ്ടേ തന്നെ വരുന്നുണ്ട്. ഇത് ദയവായിട്ട് സർക്കാർ ഇതിനെ അന്വേഷിക്കണമെന്ന് BJP സാർവായിട്ട് ഞാൻ അപേക്ഷിക്കുക. റേഷനരി കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നു. മൂന്നാർ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും അരി മൂന്നാറിലെ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിലടക്കം കൃത്യമായ റിപ്പോർട്ട് നൽകി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് BJP ആവശ്യമുന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.